മന്ത്രിസഭാ രൂപീകരണത്തിൽ എൻഡിഎയിൽ പ്രതിസന്ധി രൂക്ഷം. 5 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്ന് ടിഡിപി. ആന്ധ്രയിൽ മുസ്ലിം സംവരണം നടപ്പാക്കുമെന്നും ചന്ദ്രബാബു നായിഡു. റെയിൽവേ ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകൾ വേണമെന്നാണ് ജെഡിയുവിന്റെ ആവശ്യം. സുപ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകേണ്ടെന്ന നിലപാടിലാണ് ബിജെപി. തുടർ ചർച്ചകൾക്കായി എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം ദില്ലിയിൽ ചേരുകയാണ്. സിബി ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. സിബി, കേന്ദ്രമന്ത്രിസഭാ രൂപീകരണം എൻഡിഎയിൽ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന സാഹചര്യം. പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്ന് ടിഡിപിയും ജെഡിയുവും ആവശ്യപ്പെടുന്നു. പക്ഷേ സുപ്രധാന വകുപ്പുകളെല്ലാം കൈവശം വയ്ക്കും എന്ന നിലപാടിൽ നിൽക്കുകയാണ് ബിജെപി. എങ്ങനെയാണ് എൻഡിഎയിലെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? വഴിമുട്ടി നിൽക്കുകയാണോ? മനു, എൻ ഡി എയുടെ ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ പാർലമെൻറ്റിൻ്റെ പാർലമെൻറ്റിനുള്ളിലേക്ക് ഇപ്പോൾ ഇവരെല്ലാം തന്നെയും എത്തിയിരിക്കുകയാണ്. അതായത് പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിലാണ് ഈ എൻ ഡി എയുടെ യോഗം നടക്കുക. ഇപ്പോൾ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ജെ ഡി യു അധ്യക്ഷനായ നിതീഷ് കുമാറും ടി ഡി പി അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡു എല്ലാം തന്നെയും എത്തിയിട്ടുണ്ട്. അമിത്ഷാ അടക്കമുള്ള ജെ പി അടക്കമുള്ള എല്ലാ നേതാക്കളുമുണ്ട്. എൻ ഡി എയുടെ എം പിമാരും അതോടൊപ്പം തന്നെ എല്ലാ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരും മോർച്ച അധ്യക്ഷന്മാരും നിയമസഭാ കക്ഷി നേതാക്കളടക്കമെല്ലാം തന്നെയും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും നിർണായകമായ യോഗം തന്നെയാണ്. ഈ യോഗത്തിൽ എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തേക്കും. പിന്നീട് നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു യോഗത്തിന് നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ നരേന്ദ്രമോദി അടക്കം ഈ സെൻട്രൽ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഒരു യോഗത്തിന് മുന്നോടിയായി തന്നെ ബി ജെ പിയും ജെ ഡി യുവും ടി ഡി പിയും അടക്കമുള്ള എല്ലാ സഖ്യകക്ഷി പാർട്ടികളെല്ലാം തന്നെയും പ്രത്യേകം യോഗം ചേർന്നിരുന്നു. ഇപ്പോഴും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പ്രത്യേകിച്ച് ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ ആഭ്യന്തരവും IT കൂടാതെ പ്രതിരോധമടക്കമുള്ള റെയിൽവേ അടക്കമുള്ള വകുപ്പുകളെല്ലാം തന്നെയും സഖ്യകക്ഷികൾക്ക് നൽകേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി. പക്ഷേ അതേസമയം തന്നെ ജെ ഡി യും ടി ഡി പിയും തങ്ങൾക്ക് സ്പീക്കർ സ്ഥാനവും ക്യാബിനറ്റ് മന്ത്രി പദവും കൂടാതെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് സാമ്പത്തിക പാക്കേജ് അടക്കമെല്ലാം തന്നെയും ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഇതിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ വിലപേശൽ ഒരു ഭാഗത്ത് ശക്തമായി തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മന്ത്രിസഭ രൂപീകരണം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം നിലയാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ രാഷ്ട്രീയ അജണ്ടകളിൽ പോലും ഒരു വലിയ മാറ്റം വേണമെന്ന ആവശ്യം ജെ ഡി യുവും ടി ഡി പിയും മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ തെലുങ്കുദേശം പാർട്ടി തന്നെ ഈ മുസ്ലിം സംവരണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഏറ്റവും അധികം പ്രചരണ ആയുധമാക്കിയത് മുസ്ലിം സംവരണം എടുത്തു കളയും എന്നുള്ളതായിരുന്നു. തെലങ്കാനയിലടക്കം വലിയ ഒരു പ്രചരണ വിഷയമാക്കി എടുത്തത് മതത്തിൻ്റെ പേരിൽ സംവരണം നൽകാനാവില്ല എന്നുള്ളതിനെയും നരേന്ദ്രമോദി ഈ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ പോലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ജെ ഡി യു ആകട്ടെ അഗ്നിവീർ പദ്ധതി ഉപേക്ഷിക്കണം, ജാതി സെൻസസ് നടപ്പാക്കണം, ഈ ഏകീകൃത സിവിൽ കോഡെല്ലാം തന്നെയും കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം തുടങ്ങി നിരവധി വിഷയങ്ങൾ ജെ ഡി യു മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഒരു സുപ്രധാനമായ വകുപ്പുകൾ മാത്രമല്ല, രാഷ്ട്രീയ അജണ്ടയെ പോലും കൈകടത്തുന്ന രീതിയിലേക്ക് ഈ സഖ്യകക്ഷികൾ വലിയ രീതിയിൽ വിലപേശൽ നടത്തുന്നത് ബി ജെ പിയിൽ വളരെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ പ്രതിസന്ധിയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഈ സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഒരു മന്ത്രിസഭാ രൂപീകരണം സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വിലപേശിക്കൊണ്ട് തങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം എല്ലാം നിലയും നേടിയെടുക്കാൻ ഏറ്റവും സമർത്ഥരായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിബി ഓർക്കുന്നുണ്ടാകാം, ഈ കഴിഞ്ഞ തവണയൊക്കെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഈ മുന്നണി സർക്കാരുകളെ, ഘടകകക്ഷി സംവിധാനങ്ങളെ കിച്ചടി സർക്കാർ എന്നാണ് ആക്ഷേപിച്ചിരുന്നത് പ്രധാനമന്ത്രിയും ബി ജെ പിയും ഒക്കെ. അവരിപ്പോൾ ഈ ഘടകകക്ഷികളുടെ നിലപാടുകൾക്ക് കാത്തു നിൽക്കുന്ന ഈ കാഴ്ച അതൊരു കാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ ഒരു രാഷ്ട്രീയ മറുപടി കൂടിയായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഇന്നിപ്പോൾ ഇന്ത്യയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനു മുൻപ് രാവിലെ ജെ ഡി യുവും ടി ഡി പിയും ഒക്കെ അവരവരുടെ പാർട്ടി യോഗങ്ങൾ ചേർന്നിരുന്നു. ബി ജെ പി ഈ കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വകുപ്പുകൾ വേണമെന്ന നിലപാടിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കണമെങ്കിൽ അവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും മനു അതുതന്നെയാണ്. ഇപ്പോൾ JDU അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് റെയിൽവേ വകുപ്പ് അടക്കം തങ്ങൾക്ക് ലഭിക്കണമെന്ന ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും തങ്ങളുടെ ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് JDU സ്വീകരിക്കുന്നു. കൂടാതെ തങ്ങളുടെ ബീഹാർ സംസ്ഥാനത്തെല്ലാം നിലയും പ്രത്യേക പദവി വേണമെന്ന ആവശ്യത്തിൽ ഈ MP മാരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഇന്നിപ്പോൾ നിതീഷ് കുമാർ അവർക്ക് പ്രത്യേകമായ സന്ദേശം അയക്കുന്നു. TDP അവരുടെ MP മാരുടെ യോഗം ഇന്നലെ വിജയവാഡയിൽ ചേർന്നിരുന്നു. ഇന്നിപ്പോൾ ദില്ലിയിലും യോഗം ചേർന്നു. അങ്ങനെ കൃത്യമായ നിലപാട്, അതായത് തങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ കൃത്യമായി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമായ സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി വിലപേശുകയാണ് BJPയെ സംബന്ധിച്ച്. പക്ഷേ BJPയെ സംബന്ധിച്ച് 2014 2019 നിലയും കൃത്യമായ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഏകാധിപത്യപരമായി നരേന്ദ്രമോദിക്ക് ഭരിക്കാനായി. മാത്രമല്ല കഴിഞ്ഞ 2019 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ മന്ത്രിസഭയിൽ 4 ഘടകകക്ഷികൾക്ക് 4 ക്യാബിനറ്റ് മന്ത്രി പദം മാത്രമാണ് നൽകിയത്. അതും രാംവിലാസ് പാസ്വാനെല്ലാം നിലയും അന്തരിച്ചപ്പോൾ ആ ഒരു ക്യാബിനറ്റ് പദവിയെല്ലാം നിലയും വീണ്ടും BJP ഏറ്റെടുക്കുന്ന ആ പശ്ചാത്തലമുണ്ടായി. അങ്ങനെ ഘടകകക്ഷികളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടായിരുന്നു 2019 നരേന്ദ്രമോദി തൻ്റെ അപ്രമാദിത്വം തുടർന്നത്. പക്ഷേ ഈ തവണ അതല്ല രാഷ്ട്രീയ സാഹചര്യം. BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. സ്വാഭാവികമായും ഈ TDPയുടെയും കൂടാതെ JDUവിൻ്റെ എല്ലാം നിലയും നിലപാടുകൾക്ക് അനുസരിച്ച് മയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് BJP മാറിയിരിക്കുന്നു. ഇപ്പോൾ അശ്വിനി വൈഷ്ണവിനെയും പീയൂഷ് ഗോയലിനെ എല്ലാം നിലയും പ്രത്യേകം ചർച്ചകൾക്കായി JP നദ്ദയും സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ BJP ഒരുപക്ഷെ അമ്പരിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യം ആന്ധ്രാപ്രദേശിലുണ്ട്. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം സംവരണം നടപ്പാക്കും, അതിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പ്രധാനമന്ത്രി ഏറ്റവും അധികം ആക്ഷേപിച്ചതും ഏറ്റവും എതിർത്ത് സംസാരിച്ചതും മുസ്ലിം സംവരണത്തിനെതിരെയായിരുന്നു. അത് നമ്മുടെ മുൻപിലുണ്ട്. അതിന് പോലും കീഴ്പ്പെടേണ്ടി വരുന്നു BJPക്ക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. കാര്യങ്ങൾ ചെറുതല്ല. തീർച്ചയായും മനു, അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആന്ധ്രയിൽ മുസ്ലിം സംവരണം നടപ്പാക്കും എന്നുള്ള രീതിയിലെല്ലാം തന്നെയും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് അതിനെ ഒരു പരിധി വിട്ട് എതിർക്കാൻ കഴിയില്ല. BJPയുടെയും RSSന്റെയും അജണ്ടകൾക്കനുസരിച്ച് ഈ വരുന്ന 5 വർഷക്കാലം മന്ത്രിസഭാ രൂപീകരണവുമായി മുന്നോട്ട് പോയാലും ഇവരുടെ അജണ്ടകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കൃത്യമായ ഒരു സന്ദേശം ഇതിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെല്ലാം തന്നെയും നരേന്ദ്രമോദി പ്രസംഗിച്ചത് മുസ്ലിം സംവരണം എടുത്തുകളയും, മാത്രമല്ല OBCക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും ലഭിച്ചിരുന്ന സംവരണവും ആനുകൂല്യങ്ങളുമാണ് മുസ്ലിം വിഭാഗത്തിന് നൽകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ സ്വത്തുക്കളെല്ലാം തന്നെയും അവരാണ് അത് ഈ സ്വത്തുക്കളെല്ലാം തന്നെ കൊണ്ടുപോകുന്നതും അത് അനുഭവിക്കുന്നുവെന്നെല്ലാം തന്നെയും നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളായിരുന്നു പൂർണ്ണമായും എല്ലാ പൊതുയോഗങ്ങളിലും നടത്തിയത്. എന്നാൽ ഒരു കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അതെല്ലാം തന്നെയും അംഗീകരിക്കേണ്ട ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ TDP കൃത്യമായി പറഞ്ഞിരിക്കുന്നു ആന്ധ്രയിൽ മുസ്ലിം സംവരണം നടപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും അതിനെ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ BJPക്ക് ഉണ്ട്. എങ്കിൽ പോലും സഖ്യകക്ഷികൾക്ക് മുന്നിൽ ഒരുപാട് മുട്ടുകുത്തേണ്ട എന്ന നിലപാടിലും BJP നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു നിലപാട് നിൽക്കുമ്പോഴും അത് എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണല്ലോ സിബി. നമ്മൾ ഇത്രയും സമയം സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമുണ്ട്. സർക്കാർ രൂപീകരിക്കണമെങ്കിൽ TDP പറയുന്നതും JDU പറയുന്നതും BJPക്ക് കേൾക്കേണ്ടി വരും, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കാരണം മറ്റു മാർഗങ്ങളില്ല അവരുടെ മുൻപിൽ. അതുകൊണ്ട് തന്നെ ഈ ഘടകകക്ഷികൾ അവരുടെ നിലപാട് കടുപ്പിക്കുകയും ചെയ്യും. ഇവിടെ പ്രധാനമായും JDU ആവശ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നു റെയിൽവേ അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ വേണമെന്നാണ്. മറുവശത്ത് TDP നേരത്തെ ധനമന്ത്രി സ്ഥാനം അടക്കം ചോദിച്ചതായിരുന്നു. ആരോഗ്യം അതുപോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് കണ്ണുവെക്കുകയാണ്. സ്പീക്കർ സ്ഥാനത്തേക്കും ഈ 2 പാർട്ടികൾക്കും താല്പര്യമുണ്ട്. കാരണം സ്പീക്കറെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടികളെ പിളർത്തുന്നതൊക്കെ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ അവരുടെയും മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും രാഷ്ട്രീയമായ വിലപേശുന്നതിൽ നല്ല സമർത്ഥരാണ്. അല്പം പോലും ആ കാര്യത്തിൽ ഒരു കാരുണ്യവും അവരൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എപ്പോഴും അവസരവാദ രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടി പിന്തുടർന്നു കൊണ്ടുപോകുന്നവരുമാണ്. പ്രത്യേകിച്ച് ഈ സ്പീക്കർ സ്ഥാനം അടക്കമെല്ലാം തന്നെയും ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ TDP ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും BJP ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പിളർത്തൽ രാഷ്ട്രീയം ഒഴിവാക്കാൻ തന്നെയാണ് ഈ സ്പീക്കർ സ്ഥാനം അടക്കം TDP
ആവശ്യപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം ആവശ്യപ്പെടുന്നതും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെയും ഒരു വളരെ വലിയ രീതിയിൽ ഈ ബീഹാറിലെല്ലാം തന്നെയും നിതീഷ് കുമാറിന് പൂർണ്ണമായും പിടിമുറുക്കുക എന്ന ലക്ഷ്യം തന്നെ നിതീഷ് കുമാറിനുമുണ്ട്. ഏകദേശം 9 തവണ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് ഇനിയും അധികാരത്തിൽ തുടരാൻ തന്നെയാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇനി പ്രധാനമന്ത്രി പദം വരെ ആഗ്രഹിക്കുന്ന ആൾ കൂടിയാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ വിലപേശലിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നിതീഷ് കുമാറാണ്. ഈ TDPയും JDU നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ BJP അങ്കലാപ്പിലാക്കുന്നതും നിതീഷ് കുമാറും JDU തന്നെയാണ്. ഏത് സമയത്തും മറികണ്ഠം ചാടാവുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് നിതീഷ് കുമാർ. ഇവരെ വെച്ചുകൊണ്ട് എങ്ങനെ ഈ ഒരു മന്ത്രിസഭാ രൂപീകരണം നടത്തിയാലും BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. അതേസമയം തന്നെ ഈ RSSന്റെ അടക്കമെല്ലാം തന്നെയും നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ BJP തേടുന്നുണ്ട്. കാരണം ഈ മുസ്ലിം സംവരണം, അതോടൊപ്പം തന്നെ അഗ്നിവീർ പദ്ധതി, കൂടാതെ ഏകീകൃത സിവിൽ കോഡ്, ജാതി സെൻസസ് അടക്കമുള്ള BJPയുടെയും RSSന്റെ അജണ്ടകൾ, ഈ അജണ്ടകളിൽ ഇവർ മുന്നോട്ട് വെച്ച ഈ അഗ്നിവീറിലൊക്കെ ഇപ്പോൾ ഇന്നലെ പരസ്യമായി KC ത്യാഗി അടക്കമുള്ളവർ JDU പരസ്യമായ നിലപാടെടുത്തതാണല്ലോ. അത് പുനഃപരിശോധിക്കേണ്ടി വരും എന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ചതാണ്. നോക്കൂ, 2019 മോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു ഈ അഗ്നിവീർ എന്ന് പറയുന്നത്. അതിൽ നിന്നടക്കം അവർക്ക് പുറകോട്ട് പോകേണ്ടി വരുമെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന ചില വാർത്തകൾ അതിനെക്കുറിച്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാലാവധി നീട്ടാം, ആനുകൂല്യങ്ങളുടെ സ്വഭാവം വേറെ രീതിയിലേക്ക് കൊണ്ടുവരാം, കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയിലേക്ക് വരാം എന്നൊക്കെ ആലോചിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു സമഗ്രമായ പുറകോട്ട് പോക്ക് BJPക്ക് സംഭവിച്ചിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും മനു ഈ ഒരു ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങളോട് ഒരു പോസിറ്റീവായ ഒരു സാഹചര്യം എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും മന്ത്രിസഭാ രൂപീകരണം വൈകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഇവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ മന്ത്രിസഭാ രൂപീകരണം സാധ്യമാകൂ എന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ JDUവും TDPയും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് ഞായറാഴ്ചയ്ക്ക് മാറ്റിയിരുന്നു. നാളെ 8-ാം തീയതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ BJP നരേന്ദ്രമോദിയെ സംബന്ധിച്ച ഒരു ഭാഗ്യൻ നമ്പർ ആണെന്നൊക്കെയാണ് ദേശീയ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് അത് 9-ാം തീയതിയിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് കൃത്യമായൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടുമില്ല. മാത്രമല്ല, ഇന്ന് വൈകിട്ടോടെ ഇത്തരത്തിൽ NDAയുടെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് കത്ത് രാഷ്ട്രപതിക്ക് നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം BJP വൃത്തങ്ങൾ അറിയിച്ചത്. എന്തായാലും ഈ സാധ്യത ഇപ്പോൾ എത്രമാത്രമുണ്ട്? ഈ നാളെയോ മറ്റന്നാളോ ഒക്കെ സത്യപ്രതിജ്ഞ എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. സാധ്യതയുണ്ടോ ഈ ആഴ്ച തന്നെ നടക്കാനുള്ള ആ ആത്മവിശ്വാസം ഇപ്പോൾ BJPക്ക് ഉണ്ടോ? അവരത് പ്രകടിപ്പിക്കുന്നുണ്ടോ? BJP കൂടുതലും വളരെ വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. മാത്രമല്ല, ഈ ഇന്നിപ്പോൾ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ വളരെ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയമായ ചർച്ചകൾക്ക് വഴി തുറക്കാനുള്ള ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ച് അതൊരു പബ്ലിക് സ്പേസ് പോലെയാണ്. അവിടെ മോദി സംസാരിക്കുകയും പിന്നീട് മോദിക്ക് അഭിനന്ദനം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് പിരിയാനുള്ള സാധ്യത മാത്രമാണ് ഉള്ളത്. ഈ ചർച്ചകൾ നടക്കുന്നത് മറ്റു പല രീതിയിലാണ്. പ്രത്യേകിച്ച് JP നദ്ദയുടെ വസതിയിലും കൂടാതെ പീയൂഷ് ഗോയലും അശ്വിനി വൈഷ്ണവ് എല്ലാം തന്നെയും വെവ്വേറെ ഈ TDPയെയും JDUവിനെ കണ്ടുകൊണ്ട് വേറെ ചർച്ചകളാണ് ദില്ലിയിൽ നടക്കുന്നത്. നിരവധി ഇടങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. എന്തായാലും ഇന്നത്തെ NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മറ്റ് ചില അജണ്ടകൾ നടക്കാൻ സാധ്യതയില്ല. അവിടെ നരേന്ദ്രമോദിയെ ഇവരുടെ NDA നേതാവായി തിരഞ്ഞെടുക്കും. അതുകൂടാതെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്തെത്തും. പിന്നീട് നരേന്ദ്രമോദി അതിനൊരു മറുപടി പ്രസംഗം പറഞ്ഞ് അവസാനിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഈ NDA യോഗത്തിൽ നടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ മറിച്ച് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് മറ്റ് പലയിടങ്ങളിലാണ്. അത് JP നദ്ദയും രാജ്നാഥ് സിംഗും അമിത്ഷായും അതോടൊപ്പം തന്നെ അശ്വിനി വൈഷ്ണവും പീയൂഷ് ഗോയലെല്ലാം തന്നെയും ഈ സഖ്യ നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. എന്തായാലും ഇവർ ഒരു സമവായത്തിലെത്തിയാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി മാത്രം ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് BJP തയ്യാറാകുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു.